നിങ്ങൾക്ക് അവരോട് ശരിക്കുള്ളത് സ്നേഹമാണോ അല്ലെങ്കിൽ ഒരു വിട്ടുമാറാത്ത എഡിക്ഷൻ ആണോ? ഇപ്പോൾ ഉള്ള പല റിലേഷൻഷിപ്പിലും നമ്മളൊരു എഡിക്ഷൻ ടൈപ്പ് ഓഫ് ബിഹേവിയർ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയ്യോ ഞാൻ ഒറ്റയ്ക്കായി പോവോ, ഈ റിലേഷൻഷിപ്പിൽ എന്നെ അബാൻഡൻ ചെയ്യോ, ആ ഒരു പേടി ഇവർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ആളെ, അതായത് നമ്മുടെ ഓപ്പോസിറ്റുള്ള പാർട്ട്ണറിനെ കുറിച്ച് ചിന്തിച്ച് അവരുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളെ വരെ അത് എഫക്റ്റ് ചെയ്യുക. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു അവസ്ഥ. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് എത്ര ടോക്സിക് ആണെങ്കിലും, നിങ്ങളെ മെൻ്റലി ഫിസിക്കലി അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നെങ്കിലും, ഇയാളുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ഞാനിവിടെ ഹാപ്പി ആയിരിക്കും, എന്തെങ്കിലും ഒരു മാറ്റം വരും എന്നുള്ളൊരു തോന്നലോടെ അവിടെ നിൽക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫോർത്ത് വൺ, നമ്മളുടെ മൂഡ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പുറത്തെ ആളുടെ മൂഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടായിരിക്കും. അതായത് അവർ ഹാപ്പിയാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്, അവർക്ക് വിഷമമാണെങ്കിൽ നമുക്ക് വിഷമമാണ്. ഇതൊരു നോർമൽ ലെവലിലൊക്കെ ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് അപ്പുറത്ത് നമ്മളോട് തെറ്റി, അപ്പോൾ എൻ്റെ ലൈഫിന് ഒരു മീനിങ്ങും ഇല്ല, ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇയാൾ മാത്രമാണ് എൻ്റെ ലൈഫ് എന്ന് മനസ്സിലാക്കി, അതായത് ആ ഒരു തെറ്റിദ്ധാരണയിൽ മുന്നോട്ട് പോവുക. നമുക്കും ഒരു ലൈഫുണ്ട്, നമ്മളും ഒരു ഇൻഡിവിജ്വൽ ആണ് എന്നുള്ളൊരു കാര്യം മറന്നു പോകുന്ന രീതിയിലേക്ക് പോകുന്നത്. സോ ഒരു ലവ് അഡിക്ഷൻ എന്നുള്ള കാര്യത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് ടുവേർഡ്സ് ഹീലിംഗ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ start your journey to healing right now.